കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. കൊല്ലം ജില്ലയുടെ ഏകദേശം കരുനാഗപ്പള്ളി മുതൽ പാരിപ്പള്ളി വരെയുള്ള ആളുകളും തിരുവനന്തപുരം ജില്ലയിൽ വർക്കല, ആറ്റിങ്ങൽ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ പാരിപ്പള്ളിയിലേക്ക് എത്തുന്നത് നിങ്ങൾ അവിടെ പോയാൽ കാണാൻ കഴിയും. ഇപ്പോൾ ആശുപത്രി ആകെ പരുങ്ങലിലാണ്. അവിടെ കാർഡിയോളജി വിഭാഗം പ്രവർത്തനം നിലച്ചു. ഉണ്ടായിരുന്ന ഏക കാർഡിയോളജിസ്റ്റിനെ അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ആരോഗ്യവകുപ്പിൽ കെ മുരളീധരൻ സ്ഥാനമേറ്റതു മുതൽ അശനീവാദം പോലെയാണ്. സംസ്ഥാനത്ത് പനിമരണങ്ങൾ, അതുപോലെ തന്നെ ഷിഗില്ല മരണങ്ങൾ, നിപ്പ അങ്ങനെ തുടങ്ങി പകർച്ചവ്യാധികളുടെ ഒരു പരമ്പര തന്നെ ഇപ്പോൾ ആരോഗ്യ മേഖലയെ ആകെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്ന സമയത്താണ് അശാസ്ത്രീയമായ സ്ഥലം മാറ്റങ്ങൾ കൊണ്ട് ആകെ ആരോഗ്യ മേഖല ഇടങ്ങേറിലാകുന്നത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ആശ്രാമത്ത് നിന്ന് ESI ആശുപത്രിയായിരുന്ന അത് മെഡിക്കൽ കോളേജായി ഉയർത്തിയപ്പോൾ ആണ് പാരിപ്പള്ളിയിൽ മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിൽ ആയതും അവിടെ ധാരാളം ആളുകൾക്ക് ചികിത്സാ സൗകര്യം ഉണ്ടായതും. ഓർത്തോ ഡിപ്പാർട്ട്മെൻ്റ് ആകട്ടെ, അതൊക്കെ തന്നെ വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ പ്രശസ്തരായ ഡോക്ടർമാർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ദിവസേന 200ഓളം ഹൃദ്രോഗികൾ ചികിത്സയ്ക്കെത്തുന്ന ഈ സർക്കാർ ആശുപത്രിയിൽ അവിടെ ഡോക്ടർ ഇല്ലാതിരിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ആരോഗ്യ കേരളത്തെ ലോകം ആകമാനം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു കോവിഡ് കാലത്തൊക്കെ. അതിനുശേഷവും അങ്ങനെ തന്നെ നമ്മൾ ആരോഗ്യ മേഖലയിൽ 1ാം സ്ഥാനമാണ്, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പുരോഗതി ആർജിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്നത് അതീവ ഗുരുതരമായ പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിക്ക് എങ്ങനെ പരിഹാരം കാണുമെന്ന ആരോഗ്യ വകുപ്പാണ് തീരുമാനിക്കേണ്ടത്. അതുമാത്രമല്ല, ആരോഗ്യ മേഖലയിൽ നടക്കുന്ന സ്ഥലം മാറ്റങ്ങൾ കുറച്ചുകൂടി അവധാനതയോടുകൂടി വേണമെന്ന് പല സർവീസ് സംഘടനകളും നേരത്തെ തന്നെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ആകെയുള്ള ഒരു ഡോക്ടറെ മറ്റൊരു ആശുപത്രിയിലേക്ക് നിയമപരമായി മാറ്റുമ്പോൾ പോലും ഒരു ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആരോഗ്യ വകുപ്പ് ബദ്ധശ്രദ്ധരായിരിക്കണം. അവർ വളരെയധികം ആലോചിച്ച ശേഷം മാത്രമേ, അല്ലെങ്കിൽ കൃത്യമായ പഠനങ്ങൾ നടത്തിയ ശേഷം മാത്രമേ ഇങ്ങനെ ഒരു സ്ഥലം മാറ്റം ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് വാസ്തവം. പക്ഷേ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കൊല്ലം എല്ലാ പത്രങ്ങളുടെയും കൊല്ലം എഡിഷൻ നോക്കിക്കഴിഞ്ഞാൽ പാരിപ്പള്ളി പ്രധാന വാർത്തയാണ്. കാരണം അത്രമാത്രം ജനങ്ങൾ അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഈ പശ്ചാത്തലത്തിൽ സർക്കാർ ഈ മേഖലയിൽ, പ്രത്യേകിച്ച് പാരിപ്പള്ളി ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പാരിപ്പള്ളി ആശുപത്രിയിൽ കൃത്യമായ ഇടപെടൽ സർക്കാർ നടത്തിയാൽ മാത്രമേ ഒരുപാട് ആളുകൾ, പലരും ആൻജിയോഗ്രാമം കഴിഞ്ഞ ആളുകളുണ്ട്, അവർക്ക് തുടർ ചികിത്സ ലഭിക്കണമെങ്കിലും ഇങ്ങനെ ഈ ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാതിരിക്കുന്ന അവസ്ഥ പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കും. ഈ ഡോക്ടറെ എത്രയും വേഗം നിയമിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ആരോഗ്യവകുപ്പ് കാണുമെന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം.